എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം അധ്യായം 28 ശ്ലോകം 14, 15, 16, 17 4 ശ്ലോകങ്ങൾ ഇന്ന് നമുക്ക് നോക്കാം. ഈ 4 ശ്ലോകങ്ങളോട് കൂടിയിട്ട് 28ാമത്തെ അധ്യായം ഇവിടെ സമാപിക്കുകയാണ്. കാരുണ്യമൂർത്തിയായിട്ടുള്ള ഭഗവാൻ ആ ഗോപന്മാരുടെ ആഗ്രഹം അറിഞ്ഞ് അവർക്ക് വൈകുണ്ഠലോകം കാണിച്ചു കൊടുക്കുന്നു. പ്രിയപ്പെട്ട ഭക്തന്മാര് അവരുടെ മനസ്സിലെ ആഗ്രഹങ്ങള് ഭഗവാന് മനസ്സിലാവും. ഇപ്പൊ തന്നെ അത് സാധിപ്പിച്ചു കൊടുക്കണം എന്നതാ ഭഗവാൻ ചിന്തിച്ച് കാണിച്ചു. അത് ആഗ്രഹം നിറവേറ്റി കൊടുക്കണു. ഇത്രയും കാരുണ്യവാനാണ് ഭഗവാൻ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരക വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഗംഗണപതയേ നമഃ. സംസരസ്വത്യൈ നമഃ. ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 14. ഇതി സഞ്ചിന്യ ഭഗവാൻ മഹാകാരുണികോ ഹരി ദർശയാമാസ ലോകം സ്വം ഗോപാനാം തമസപരം. അങ്ങനെ ഭഗവാൻ ഗോപന്മാർക്ക് ആദിത്യവർണം തമസപരസ്താൽ ഇത്യാദി ശ്രുതിവാക്യങ്ങളാൽ പറയപ്പെടുന്ന പ്രാകൃത പ്രപഞ്ചാതീതമായ തന്റെ വൈകുണ്ഠലോകം കാട്ടിക്കൊടുത്തു. ഇങ്ങനെ തന്റെ ലോകം കാട്ടിക്കൊടുക്കാൻ എന്താ കാരണം? ഭഗവാൻ തന്റെ ഭക്തന്മാരായ ആ ഗോപന്മാരിലുള്ള പ്രത്യേക കാരുണ്യാതിശയം തന്നെ. മഹാകാരുണിക എന്ന് പറഞ്ഞല്ലോ. മഹാകാരുണികോ ഹരി. അത്രയും കാരുണ്യാണ് ഭഗവാന്. അതാണ് ഭഗവാന്റെ ശീലം തന്നെ. അതാണ് ആശ്രിത ജന ദുഃഖഹരൻ ഭഗവാനാണ് അല്ലെ. അപ്പൊ ആശ്രിതന്മാരായ ഗോപന്മാര് ഈ സ്വരൂപത്തോടുകൂടി വൈകുണ്ഠത്തിന് അർഹരല്ല. ശരിക്കും ഈ സ്വരൂപം എടുത്തോട്ട് ഇപ്പൊ തന്നെ വൈകുണ്ഠലോകം കാണാൻ എല്ലാവർക്കും സാധിക്കില്ല. മനുഷ്യരല്ലേ അവര്. പക്ഷേ അവരുടെ പേരിലുള്ള ആ കാരുണ്യാതിരേകം കൊണ്ട് സുദുർലഭമായിരിക്കുന്ന വൈകുണ്ഠം അവർക്ക് കാട്ടിക്കൊടുത്തു. അതിലിപ്പോ എന്താ ആശ്ചര്യം? ഭക്തവത്സലനായ ഭഗവാൻ ഭക്തന്മാർക്ക് വേണ്ടി എന്ത് തന്നെ ചെയ്യില്ല. അതാണ് എന്റെ അർത്ഥം. സത്യം ജ്ഞാനം അനന്തം യത് ബ്രഹ്മജ്യോതി സനാതനം യദ്ധി പശ്യന്തി മുനയോ ഗുണാപായേ സമാഹിതാ. ത്രിഗുണാത്മികമായിരിക്കുന്ന പ്രകൃതിയുടെ സംബന്ധമില്ലാത്ത മുനികള് എല്ലായ്പ്പോഴും സത്യസ്വരൂപമായിരിക്കുന്ന വസ്തുവിൽ ഏതാണ് ആ ഭഗവാനിൽ മനസ്സോടുകൂടിയവരായിട്ട് യാതൊരു വേദപ്രസിദ്ധമായിരിക്കുന്ന ബ്രഹ്മമയമായ ഭഗവത് സ്വരൂപത്തെ കാണുന്നുവോ, ഏതു വിധേനയും യാതൊന്നുകൊണ്ടും നശിക്കാതെ പരമാർത്ഥമായിരിക്കുന്നതും വികാരത്തോടുകൂടാത്തതും ഇത്ര എന്ന് പരിച്ഛേദിക്കാൻ കഴിയാത്ത വിധം ജ്ഞാനാത്മകമായും ദേശകാല പരിച്ഛേദരഹിതമായും മറ്റൊന്നിനാലും പ്രകാശിപ്പിക്കാൻ കഴിയാതെ താനേ തന്നെ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നതായും എന്നും ഒരേവിധം മാറ്റമില്ലാതെ നിലനിൽക്കുന്നതായും ബ്രഹ്മസ്വരൂപമായും ഇരിക്കുന്ന തന്റെ സ്വരൂപത്തെ ഗോപന്മാർക്ക് ഭഗവാൻ കാട്ടിക്കൊടുത്തു. തേതു ബ്രഹ്മഹൃദം നീതാ മഗ്നാ കൃഷ്ണേന ചോദ്ധൃതാ ദദൃശുർ ബ്രഹ്മണോ ലോകം യത്രാക്രൂരോധ്യകാൽപുരാ. ശ്രീകൃഷ്ണൻ ആ ഗോപന്മാരെ ബ്രഹ്മഹൃദത്തിൽ കൊണ്ടുപോയി അതില് സ്നാനം ചെയ്തെഴുന്നേൽപ്പിച്ചു. എല്ലാവരോടും പറഞ്ഞു, നമുക്ക് ആ ബ്രഹ്മഹൃദത്തിൽ പോയിട്ട് സ്നാനം ചെയ്യാം. പണ്ട് അക്രൂരൻ യാതൊരു യമുനാഹൃദത്തിൽ വെച്ച് വൈകുണ്ഠലോകം കണ്ടുവോ അതുപോലെ തന്നെ അവിടെ വെച്ച് ഗോപന്മാർക്ക് വൈകുണ്ഠലോകം കാട്ടിക്കൊടുത്തു. ബ്രഹ്മാനന്ദാൻ മഹാനന്ദോ ഭജനേ വർത്തതേ സ്ഫുടം
താരതമ്യം ജ്ഞാപയിതും പ്രദൃശ്യോദ്ധൃതവാൻ സ്തത. ബ്രഹ്മഹൃദത്തിൽ കൊണ്ടുപോയി സ്നാനം ചെയ്യിച്ച് എഴുന്നേൽപ്പിച്ച് വൈകുണ്ഠലോകം കാട്ടിയത് വൈകുണ്ഠലോകത്തിന്റെയും ബ്രഹ്മലോകത്തിന്റെയും ആ താരതമ്യം വെളിപ്പെടുത്താൻ വേണ്ടിയിട്ടാ. ബ്രഹ്മലോക ദർശനത്തെക്കാൾ എത്രയോ അധികരിച്ചതാണ് ഭജനാനന്ദം എന്ന്. അതാണ് അതിന്റെ അർത്ഥം. നന്ദാദയസ്തു തം ദൃഷ്ട്വാ പരമാനന്ദ നിർവൃതാ കൃഷ്ണശ്ച തത്ര ഛന്ദോഭി സ്തൂയമാനം സുവിസ്മിതാ. നന്ദഗോപരും മറ്റുള്ള ഗോപന്മാരും എല്ലാവരും ആ വൈകുണ്ഠലോകം കണ്ടു, ദർശിക്കുകയാണ് അവര്. അക്രൂരൻ വെള്ളത്തിൽ എങ്ങനെ കണ്ടു അതുപോലെ. ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗികൃത്യാനഗമ്യം. അവിടെ ശരീരം ധരിച്ചുകൊണ്ട് വേദങ്ങള് ഭഗവാനെ ഇങ്ങനെ സ്തുതിച്ചുകൊണ്ടിരിക്കണം. ഇതങ്ങോട്ട് കണ്ടിട്ട് ആനന്ദപരവശരായി തീരുന്നു എല്ലാ ഗോപന്മാരും. അവര് ആ ഋഷിമാരെ പോലെ അവരിങ്ങനെ സമാധിയിലായി ഉള്ളിലിങ്ങനെ ആനന്ദം അലയടിച്ചുകൊണ്ടിരിക്കണം. ആ ദൃശ്യം കണ്ടിട്ട് വൈകുണ്ഠ ഭഗവാനെ കണ്ടിട്ട് അങ്ങനെ അവര് മുഖത്തൊരു പുഞ്ചിരി ഉണ്ട്, എല്ലാവരുടെയും ഒരു മന്ദഹാസത്തിലോട് കൂടിയിട്ട് അവരിങ്ങനെ ആനന്ദപരവശരായിട്ടിരിക്കുക സമാധിയിൽ. അപ്പൊ ഉടനെ ഭഗവാൻ അവരെ സമാധിയിൽ നിന്ന് ഉണർത്തി, അല്ലെങ്കിൽ അവര് അവിടുന്ന് ഇപ്പൊ പോവില്ല. അപ്പൊ അതാ മുമ്പത്തെ പോലെ ഭഗവാനെ അടുത്ത് കൃഷ്ണനെ കണ്ടു. അപ്പൊ ഏറ്റവും ആശ്ചര്യം, അപ്പൊ നന്ദനും ഗോപന്മാരും ഒക്കെ ഈ വൈകുണ്ഠത്തിൽ കണ്ടത് ഈ കൃഷ്ണന്റെ സ്വരൂപത്തെ തന്നെയാണെന്നുള്ളത്. കൃഷ്ണസ്തു സ്വയം ഹരി എന്ന് ആ നന്ദാദികൾ മുഖേന. അപ്പൊ ഭഗവാനെ ഈ കൃഷ്ണൻ തന്നെയാണ് അവിടെ വൈകുണ്ഠമൂർത്തിയായിട്ടുള്ളതെന്ന് അവർക്ക് മനസ്സിലായല്ലോ. അവരെല്ലാവരോടും പറഞ്ഞു. അങ്ങനെയല്ലേ ഭക്തന്മാർക്ക്, സകല ഭക്തന്മാർക്കും അത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് വ്യാസൻ ഭാഗവതത്തില് ഇത് നമുക്ക് പറഞ്ഞു തരണത്. വന്ദേ വിഷ്ണു ഭവഭയഹരം സർവലോകൈകനാഥം ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗിഹൃത്യാനഗമ്യം വന്ദേ വിഷ്ണു ഭവഭയഹരം സർവലോകൈകനാഥം. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ വരുണലോകഗമനം നാമ അഷ്ടാവിംശോധ്യായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഈ 28ാമത്തെ അധ്യായം വൈകുണ്ഠമൂർത്തിയായിട്ടുള്ള ശ്രീ ഭഗവാന്റെ ശ്രീപാദങ്ങളില് സമർപ്പിക്കണം. കായേന വാച മനസേന്ദ്രിയേർവാ ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.